വെളിച്ചം പദ്ധതിയും ബാല്യ വെളിച്ചം പദ്ധതിയും ഒക്കെ നന്മകൾ ആളുകളിൽ ഉണ്ടാക്കാനാണ്. ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനെ കൊണ്ടുപോകാനാണ് ഈ പദ്ധതികൾ പ്രിയപ്പെട്ടവരെ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ വിജയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വീടുകളിൽ ഖുർആൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലേ? മഹാത്ഭുതമാണ്. ഞാൻ അവസാനിപ്പിക്കുക. ഈ പദ്ധതിക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ജില്ലാ കൺവീനർമാരുണ്ട്, മണ്ഡലം ശാഖാ കൺവീനർമാരുണ്ട്. അവർ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അവർക്കൊരു കമ്മീഷൻ ഇല്ല. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഖുർആനിനെ നെഞ്ചോട് ചേർത്തിട്ടുള്ളത്. ഇന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സഹോദരനുണ്ട്. ബാലവെളിച്ചം പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന അബ്ദുറഹിമാൻ മാസ്റ്റർ. അദ്ദേഹം ബാലുശ്ശേരിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഇന്നിവിടെയുണ്ട്. അദ്ദേഹം ഒരു മാരകമായ അസുഖം ബാധിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയി. അവസാന ഘട്ടത്തിൽ പോലും ISMന്റെ സജീവനായ പ്രവർത്തകൻ ബാലവെളിച്ചത്തിന്റെ ക്വസ്റ്റ്യൻ തയ്യാറാക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിവസങ്ങളോളം വിശുദ്ധ ഖുർആൻ മൗലവിയുടെ തഫ്സീർ എടുത്തുകൊണ്ട് മുമ്പിൽ വെച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കാനും അതിനുവേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും തരാനും തയ്യാറായിരുന്ന ആ വ്യക്തി മാരകമായ ഒരു രോഗം വരിക. ഞാൻ അറിഞ്ഞില്ല. അവസാനത്തെ ഘട്ടം കഴിഞ്ഞ 10ാമത്തെ ഘട്ടം ബാലവെളിച്ചം ഘട്ടം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്റെ കൈ വഴങ്ങുന്നില്ല, എഴുതാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് സാർ നിങ്ങൾക്ക് പറ്റിയത്? എനിക്ക് ഇന്ന് പ്രയാസം വന്നിട്ടുണ്ട്. അവസാന ഘട്ടത്തിലും അള്ളാഹുവിന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ മാസ്റ്റർ ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗലോകത്ത് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. ചാത്തമുണ്ട ഒരു സഹോദരിയുണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. ഒരു ഉമ്മയാണ്, 100 വെളിച്ചമാണ് അവസാനമായിട്ട് ആ സഹോദരി ആ പ്രദേശത്ത് വിതരണം ചെയ്തത്. ഒരു കുന്നിന്റെ മുകളിൽ കയറിയിട്ട വെളിച്ചം പുസ്തകങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും വിളിച്ചുകൊണ്ട് പറയും, എനിക്ക് ഇത്ര വെളിച്ചം വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാന ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, മോനെ എന്റെ കാലിന്റെ മുട്ടിന് വേദനയാ, സുഖമില്ല, എന്നാലും എനിക്ക് വെളിച്ചം ബുക്ക് തരണം. ഈ വീടുകളിലൊക്കെ ഈ കുന്നു കയറിയിട്ട് ഞാൻ എത്തിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ കൺവീനർ അവിടുത്തെ പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബ് എന്നോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു കേട്ടോ. അള്ളാഹുവിന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്തുകൊണ്ട് മരണപ്പെടുകയാണ് പ്രിയപ്പെട്ടെ. അവർ സൗഭാഗ്യവന്മാരാ.